ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചേക്കാട്ടോ. അപ്പോൾ അതെന്താണെന്ന് നിങ്ങളോടും കൂടെ ഞാൻ പറയാം. ഞാൻ എന്നും വിചാരിക്കും എനിക്ക് വേണ്ടി, എൻ്റെ സ്കിന്നിന് വേണ്ടി, എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ ഒരിക്കലും നടക്കാറില്ല. ഒന്നാമത്തത് എൻ്റെ എനിക്ക് സമയം കിട്ടാറേ ഇല്ല. ബിസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലത്തെ പണികളൊക്കെ ചെയ്ത് ഡ്യൂട്ടിക്കൊക്കെ പോയി വരുമ്പോഴത്തേക്കും ഒരു സമയമാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു എന്താ പറയുക, എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഞാനത് ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെ കാര്യം കൂടെ എനിക്ക് ശ്രദ്ധിച്ചുകൂടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒക്കെ ചെയ്യാം. അങ്ങനെയാണ് ഒരു ഹെൽത്തി ഡ്രിങ്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ജ്യൂസ് അടിച്ച് കുടിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി അത് ഐസ് ക്യൂബ്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ആ ക്യൂബ്സ് എടുത്തിട്ട് നമുക്ക് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് കുടിച്ചാൽ മതി. അപ്പോൾ ഇന്നൊരു ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഐസ് ക്യൂബ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടാലോ. ഞാനിവിടെ കുറച്ച് നെല്ലിക്കയും ക്യാരറ്റ് പിന്നെ ബീട്രൂട്ട് ഒരു കഷ്ണം ഇഞ്ചി അത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിനകത്ത് ഏതെങ്കിലും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഇനി ഇഷ്ടമുള്ളത് ആഡ് ചെയ്യണമെങ്കിൽ ആഡും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഓരോ പീസായിട്ട് നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ. നമ്മൾ ഭയങ്കര കറക്റ്റായിട്ട് വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കും. അതൊക്കെ നമുക്ക് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ ബീട്രൂട്ട് ഞാൻ മുഴുവൻ എടുക്കുന്നില്ല. ബീട്രൂട്ട് ഇതിൻ്റെ ഒരു ഹാഫ് പീസേ എടുക്കുന്നുള്ളൂ. വലിയ ബീട്രൂട്ടായിരുന്നു. എന്ത് സാധനമാണെങ്കിലും അധികമായിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. പിന്നെ ഞാൻ അങ്ങനെ ഇതൊന്നും കഴിക്കാറില്ല. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് പറ്റുമെങ്കിൽ മാത്രം പിന്നെ ഉണ്ടാക്കാം, കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കേണ്ട, നമ്മൾ ക്യൂബ്സ് ആണല്ലോ ആക്കുന്നത്. അപ്പോൾ ജ്യൂസായിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് ജ്യൂസായിട്ട് ഉണ്ടാക്കി വെക്കാം. അത് എത്ര ദിവസത്തോളം ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു 3-4 ദിവസമൊക്കെ ഇരിക്കുമായിരിക്കും. ഞാനിത് ഐസ് ക്യൂബ്സ് ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മൂടി വെച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ലോണം അരഞ്ഞ് കിട്ടണം, എന്നാലേ നമുക്കതിൻ്റെ മാക്സിമം അതിനകത്തു നിന്നുള്ള ഇതെല്ലാം കിട്ടുള്ളൂ, ജ്യൂസെല്ലാം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരുവിധം നല്ലോണം തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിട്ട് അത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു അരിപ്പയിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. നല്ലോണം അരിച്ച് അത് പിഴിഞ്ഞ് നന്നായിട്ട് എടുക്കണം കേട്ടോ. അതിനകത്ത് എത്രത്തോളം നമുക്കതിൻ്റെ ജ്യൂസ് കിട്ടുമോ അത്രത്തോളം ജ്യൂസ് നമ്മൾ പിഴിഞ്ഞെടുക്കാൻ നോക്കുക. ഇതുണ്ടോ, നല്ല കളറല്ലേ, നോക്കിക്കുക. ബീട്രൂട്ടിൻ്റെ ഒക്കെ ഒരു കളറ്. ഇതിനകത്ത് നെല്ലിക്കയൊക്കെ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിനും പിന്നെ നമ്മുടെ ഹെയറിനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. കണ്ണിനും ഒക്കെ നല്ലതാണ്. ബീട്രൂട്ട് നല്ലതാണ്, ക്യാരറ്റ് നല്ലതാണ്. ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നല്ല സാധനങ്ങളാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇപ്പോൾ എല്ലാവരും ഓരോരോ വീഡിയോസൊക്കെ കാണുന്നതല്ലേ. ഇതിനെ പറ്റിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് എനിക്കറിയുന്ന രീതിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഐസ് ക്യൂബ്സിൻ്റെ ഒരു ട്രേയിലേക്ക് ഇത് ഒഴിച്ചിട്ട് മാക്സിമം ഫില്ല് ചെയ്തിട്ട് കവർ ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാനത് എടുത്തത്. ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഞാനത് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിറ്റേ ദിവസം എടുത്തപ്പോഴുണ്ടല്ലോ, ഞാൻ ഇത് ശരിക്കും ബോളായിട്ട് വരും. കറക്റ്റ് ഫില്ല് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബോളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ചെറിയ നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനിത് ഒഴിച്ചത് കറക്റ്റ് ഫില്ലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കിക്കോട്ടോ നിങ്ങൾ, ഞാനിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പകുതി വിട്ടുപോയി. നോക്കിക്കേ, ആ ഒരു ചെറിയ ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എടുത്ത് തിരിച്ചൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ബോൾ പോലെയൊക്കെ കണ്ടോ, പകുതി ഭാഗമേ ഉള്ളൂ. അത് കറക്റ്റായിട്ട് ഫില്ലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിറച്ച് നമ്മൾ ഫില്ല് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ബോളായിട്ട് തന്നെ കിട്ടും. നമുക്ക് പിന്നെ ഒരു വിധത്തിലൊക്കെ ഞാൻ തിരിച്ചിട്ട് അത് ബോളാക്കി എടുത്തു. പിന്നെ അതിനകത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട്, ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒരു 2-3 ഇട്ടിട്ട് കുടിച്ചു നോക്കാം. നമുക്ക് എത്രത്തോളം ആ ടേസ്റ്റ് പറ്റുന്നുണ്ട് അതിനനുസരിച്ചുള്ളത് ഇട്ടാൽ മതി. ഒത്തിരി ഇടുകയും വേണ്ട. നമ്മൾ എന്ത് സാധനം അധികമായാൽ അമൃതം വിഷമെന്ന് കേട്ടിട്ടില്ലേ. അതുകൊണ്ട് കുറച്ച് കുടിക്കുക കേട്ടോ. എന്ത് സാധനമാണെങ്കിലും ഒന്നിച്ച് അരച്ച് കലക്കി കുടിക്കാൻ നോക്കാതെ വളരെ കുറച്ച് മാത്രം കഴിക്കുക. നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മുടെ ശരീരവും നമ്മുടെ സ്കിന്ന്, ഹെയർ എല്ലാം നല്ല അടിപൊളിയാക്കി നമുക്കതിന് പറ്റുന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സുന്ദരന്മാരൊക്കെ ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമൊക്കെ ആയിട്ട് കാണാം. ബൈ.